സ്റ്റെപ്പ് കയറാൻ പ്രയാസമുണ്ടോ? എന്താ പേരെന്താ? ബിജി. ബിജിക്ക് ഏത് കാൽമുട്ടാ തിന്നിപ്പോന്ന്? വലതുകാലിൻ്റെ. എത്ര നാളായിട്ട് തിന്നിപ്പോന്നു? ഒത്തിരി വർഷമായിട്ട് അങ്ങനെ കാലിന് മുട്ട് തെന്നുന്നതാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കാല് മുട്ടി തെന്നിയിട്ട് ഫ്രാക്ചർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 3 മാസത്തോളം സ്പ്ലിൻ്റ് ഇട്ട് നടക്കുമായിരുന്നു. എത്ര വർഷം ഉദ്ദേശം? ഒരു 10-20 വർഷമായിട്ട്. ഒരു 20 വർഷക്കാലമായിട്ട് ഈ മകളുടെ വലത് കാൽമുട്ട് തെന്നിപ്പോകുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട് സ്റ്റെപ്പ് കയറാൻ പോലും പ്രയാസമാണ് അല്ലേ? ഈയിടെ വീണ് അങ്ങനെ വയ്യാത്ത അവസ്ഥയാണ് ഈ കാൽമുട്ട്. ഈ കാൽമുട്ടിന് കർത്താവ് സൗഖ്യം കൊടുക്കോ? വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. ഉണ്ടോ? ഈ മകൾക്ക് വിശ്വാസമുണ്ട്, കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ഈ തുവാല കൈ പിടിച്ച്, ഞാൻ ഉപയോഗിക്കുന്ന തുവാല കേട്ടോ, പിടിച്ച് ആ മുട്ടലോട്ട് വെച്ച്. പേരെന്താ പറഞ്ഞേ? ബിജി. ബിജി. ഞാൻ ഇത്രയും സമയം ഇവിടെ നിന്ന് സുവിശേഷ പ്രസംഗിച്ച സ്ഥലമാണ്, ഇവിടെ നിൽക്കുകയാണ്. ഞാൻ ഉപയോഗിച്ച തുവാല ബിജിയെ കൊടുത്തിട്ടുണ്ട്, ആ കാൽമുട്ട വെച്ചിട്ടുണ്ട്. ബിജി ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങി പോകത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കത്തില്ല ബിജിക്ക് വേണ്ടി. പക്ഷേ ബിജി ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങി പോകത്തുള്ളൂ. കാരണം യേശു ഇവിടെയുണ്ട്. സൗഖ്യം നൽകുന്ന യേശുവാണ്, അത്ഭുതം ചെയ്യുന്ന യേശുവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചറിയണം, 2000 വർഷം മുൻപ് യേശു എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ അതെല്ലാം ഇന്നും സംഭവിക്കും. പത്രോസിൻ്റെ നിഴലടിച്ചപ്പോൾ സൗഖ്യമുണ്ടായി. പൗലോസിൻ്റെ തുവാല സ്പർശിച്ചപ്പോൾ സൗഖ്യമുണ്ടായി. യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ രക്തസ്രാവക്കാരി സൗഖ്യം പ്രാപിച്ചു. ഇന്നും ഇതു തന്നെ സംഭവിക്കും. കാരണം യേശു ദൈവമാണ്, അവൻ സർവശക്തനാണ്, അവൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ മകളുടെ കാൽമുട്ട് ഇനി ഊരത്തില്ല. തുവാലങ്ങന്ന് വലിച്ചു കുടഞ്ഞു, ധൈര്യമായിട്ട് വലിച്ചു കുടഞ്ഞു. മിടിക്കുകയായല്ലോ. ഒഴിച്ച് മുട്ട് തിരിച്ച് 2 സൈഡിലേക്ക് തിരിയട്ടെ. ഇനി കാൽമുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ട് തിരിച്ച് എങ്ങനെ ചെയ്തോ? തൊഴിച്ച് മുട്ടളകട്ടെ. ചാടി ഇറങ്ങിക്കേ. തിരിച്ചു കയറിക്കേ, ചാടി കയറിക്കേ. നിങ്ങൾ കണ്ടില്ല, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ പ്രയാസപ്പെട്ടല്ലേ സ്റ്റെപ്പ് കയറുക? വേണ്ടല്ല, മിടുക്കിയായിട്ട് ചാടി കയറുന്നു. ഇനി ഈ മുട്ടൂരത്തില്ല കേട്ടോ. ഒന്നുകൂടെ തൊഴിച്ച് കാണിച്ച്. ആമേൻ. എല്ലാവരും കാണട്ടെ, നന്നായിട്ട് തൊഴിച്ച്. നോക്കുക, ദൈവം സർവശക്തനാണ്. യേശു ഇവിടെയുണ്ട്, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ ഈ മകൾക്ക് പ്രാർത്ഥിച്ചോ? ഇല്ല, ഞാൻ എൻ്റെ തുവാല കൊടുത്തില്ല. തുവാല ഇച്ചിരി മുട്ട വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെയാണെന്ന് സുവിശേഷം പ്രസംഗിച്ചിരുന്നത്. ഇവിടെ നിന്നു ഇത്ര സംഭവമുള്ളൂ. ഹീലിംഗ് നടന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ സംശയിച്ചാൽ ഹീലിംഗ് നടക്കും. അതാണ് അതിൻ്റെ കാര്യത. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പേരും സംശയിച്ചാലും ഹീലിംഗ് നടക്കും. എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, അവൻ ദൈവമാണ്, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി ഒന്നടിച്ചേ. യേശു അവനിവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മുട്ടുകുത്തുന്നേ. എണ്ണീറ്റ് ഒന്നുകൂടെ തൊഴിച്ചു കാണിച്ചു. ഒന്നുകൂടെ ഇനി ഒന്ന് വട്ടം കറക്കിക്കോ. ഒന്നുകൂടെ. ആമേൻ. സന്തോഷമായോ? ആരാ ഈ സൗഖ്യം തന്നത്? ഈശോ. ഇക്കാര്യം എല്ലാവരോടും പറയണം. യേശു ഇങ്ങനെ സൗഖ്യപ്പെടുത്തി എന്നുള്ളത് എല്ലാവരോടും നമ്മൾ പറയണം, യേശുവിൻ്റെ മഹത്വത്തിനായിട്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. Thank you. Oh Jesus, you are my Lord.